എങ്ങനെയുണ്ടായിരുന്നു ദ്രോണാചാര്യ പെരുമ്പാവൂർ ഓഫ്ലൈൻ സെൻട്രൽ ക്യാമ്പസ് പഠനം, അറ്റ്മോസ്ഫിയർ, ടീച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ദ്രോണാചാര്യ എന്ന് പറയുമ്പം എനിക്ക് HDC ഡിഗ്രി എനിക്ക് അത്ര സുഖമല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ HDC കഴിഞ്ഞ് ദ്രോണയിൽ വന്നു. അപ്പോൾ ദ്രോണയിൽ വന്നു കഴിഞ്ഞപ്പം ആദ്യം വരുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഭയങ്കര നമുക്ക് വരുമ്പോൾ തന്നെ അഡ്മിഷൻ വരുമ്പോൾ തന്നെ നല്ല അവിടുത്തെ ഒരു സ്ട്രിക്റ്റ് അറ്റ്മോസ്ഫിയറിനെ പറ്റിയാണല്ലോ നമുക്കൊരു സ്ട്രക്ചർ നമ്മൾ തരാറുണ്ട്. ഇങ്ങനെയാണ് കാര്യങ്ങൾ, നമ്മുടെ ഷോർട്ട് നോട്ട് എഴുതുന്നത്, അതുപോലെ എക്സാമിൻ്റെ കാര്യം, ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു ഇതിലൊക്കെ പ്രതീക്ഷയാണ് വന്നത്. പിന്നെ അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ നമ്മളവിടെ നിൽക്കുന്നതോടെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരായിട്ടും നല്ല കമ്പനി ആകും. വേറെ നമുക്കവിടെ ഓക്കെ ആവും, വേറെ പ്രശ്നമൊന്നുമില്ല. പഠിക്കാനുള്ള എല്ലാ ഇതും ഉണ്ട് അവിടെ. നമുക്കിപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും അവിടെ ഇത്ര ടൈം വരെ ഒന്ന് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കമ്പൈൻ സ്റ്റഡിയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടെ ഇൻഡിവിജ്വലായിട്ട് തന്നെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് കാര്യങ്ങൾ, ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് എപ്പോൾ കണ്ടാലും എല്ലാ ടീച്ചേഴ്സും വന്നിപ്പോൾ സ്വാതി മിസ്, ചിത്ര മിസ് എല്ലാവരും വന്ന് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അടുത്ത എക്സാമിന് കയറണമെന്നൊക്കെ അവരെപ്പോഴും പറയായിരുന്നു. കംഫർട്ട് സോൺ അല്ലായിരുന്നു? എല്ലാവരും ഓക്കെ. ഓക്കെ, ഇനി പുതിയതായിട്ട് ഞാനിപ്പം അരവിന്ദനോട് ചോദിച്ച പോലെ പുതിയതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ വേണ്ടി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കാനുള്ള ഒരു ചെറിയൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് പറയാറില്ല. എന്നാലും എന്താ പറയുക, ഇപ്പോൾ ഞാൻ ജോലിക്ക് കയറിയതിൻ്റെ ഇപ്പോൾ ഇൻസ്റ്റയിൽ സ്റ്റോറി അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഫീൽഡിലേക്ക് വന്നാൽ ഓക്കെ ആണോ എന്നൊക്കെ. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ എക്സാമിന് കിട്ടിയില്ല അല്ലെങ്കിൽ രണ്ടാമത്തെ എക്സാമിന് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് കിട്ടില്ല എന്നല്ല എൻ്റെ അടുത്ത്. എന്തായാലും കിട്ടും, നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, ഒരു 3 മാസത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഈ ഒരു ഫീൽഡിനെ കുറിച്ച് പറയാനുള്ളത് എന്താണ്? ജോലിക്ക് കയറിയിട്ടും എനിക്കങ്ങനെ ഓക്കെയാണ്, ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും എല്ലാവരും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണ്. കുഴപ്പമില്ല. അപ്പോൾ എനിവേ താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സാർ.